ഹലോ, ഗുഡ് മോർണിംഗ്. പ്രകൃതി രമണീയമായ കേരളത്തെ ലിറ്റിൽ ഹഗ്ഗിൽ പുതിയ വിശേഷവുമായി ഇതാ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നൊരു ബേബി കിറ്റ് ഇവിടെ പരിചയപ്പെടുത്താം. ഇതൊരു പെഡി പില്ലോയാണ്, ഇതൊരു ക്യാരി ബാഗാണ്. ബാക്കി ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് തന്നെ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂ ബേബിക്ക് വൈറ്റ് ഒരു കെട്ടുന്ന ഉടുപ്പാണ്. ഇത് അത്യാവശ്യം വേണ്ടിയ സംഭവമാണ്. ഡോക്ടർമാരുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കാനാണേലും അവർ ജനിക്കുമ്പോൾ ഇടിപ്പിച്ച് നമുക്ക് പുറത്തേക്ക് തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതും ന്യൂ ബേബീൻ്റെ വേറെ കളർഫുള്ളായ ഉടുപ്പുകൾ. ഇത് പിന്നെ ഇങ്ങനെ അകത്ത് കെട്ടാം, പുറത്തും കെട്ടാം. വയറൊക്കെ കാണാതെ ടൈറ്റായിട്ട് അങ്ങനെ ഇരിക്കണമെങ്കിൽ സ്ലീവ് ഉള്ളതാണ്. അങ്ങനെ വരുന്നൊരു ഉടുപ്പാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും സംശയമുണ്ട് ഒരു ബേബി ജനിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ചൂടായിരിക്കുമെന്ന്. പലരും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് നമ്മുടെ തെറ്റായ ധാരണയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് എപ്പോഴും തണുപ്പായിരിക്കും. അപ്പോൾ ഈ ഉടുപ്പ് എന്താ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കൈയും കൂടി ഇങ്ങനെ കവർ ചെയ്ത് വരുന്നതാണ്. അപ്പം ഒട്ടും എയറൊന്നും അടിക്കാതെ അവർക്ക് നല്ലൊരു ചൂട് കിട്ടും. അതിനോടൊപ്പം തന്നെ ഇതൊരു പാൻറ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഇടിപ്പിക്കാം. പലരും അത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വരും. അതിന് തന്നെ ഒരു കളർ ചേഞ്ചാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം നമുക്ക് കുഞ്ഞു ബേബിക്ക് ആവശ്യമുള്ളതാണ് ടർക്കി വേണേൽ ഒന്ന് നോർത്ത് കാണിച്ചു തരാം. ഇത് ക്യാപ്പടക്കം വരുന്നതാണ്. നല്ല സോഫ്റ്റ് സാധനമാണ്. അതിൻ്റെ പിന്നെ കളർ ഫുള്ളുകളുണ്ട്. അതും പലരും കൊണ്ടുപോകുന്നുണ്ട് റാപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട്. ഇത് പിന്നെ ഡ്രൈ ഷീറ്റ് എന്ന് പറയുമ്പം യൂറിനൊക്കെ പാസ് ചെയ്യുമ്പം ബെഡിൽ അങ്ങനെയൊക്കെ ആകാതിരിക്കാനായിട്ടൊക്കെ ഉള്ള സംഭവം. ഉള്ളിൽ പ്ലാസ്റ്റിക് ആയിരിക്കും, മുകളിൽ നല്ല ഒരു ക്ലോത്ത് വന്നിരിക്കും. ഇത് പിന്നെ അവർക്ക് തന്നെ വേണ്ടിയ മിറ്റൻസ് സോക്സ്. എന്താണെന്ന് വെച്ചാൽ, കാൽപാദവും കൈപ്പത്തിയെല്ലാം കവർ ചെയ്ത് തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. ഇത് പിന്നെ കുഞ്ഞുമക്കളെ നമുക്കറിയാമല്ലോ, അത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോപ്പ് നന്നായിട്ട് നിർത്തുമ്പോൾ വെള്ളമെല്ലാം പോകുന്ന നല്ല ക്ലോത്താണ്. മസ്ലിം ക്ലോത്ത് എന്നൊക്കെ പറയും. അതിൻ്റെ 3-4 ഐറ്റംസ് ഉണ്ട്. സ്കിൻ കോയിൻ്റെ കമ്പനി സാധനമുണ്ട്, പിന്നെ ടെനി കെയറിൻ്റെ ഉണ്ട്, അങ്ങനെ പലതുണ്ട്. പിന്നെ ഇത് വൈറ്റ്സ് കുഞ്ഞിന് തുടയ്ക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഇത് ഷീറ്റാണ്, സാധാ ഷീറ്റാണ് വരിക. സാധാ ഷീറ്റ് വരുമ്പോൾ നമ്മൾ കടത്താനായിട്ടും കുളിപ്പിക്കാനായിട്ടും അങ്ങനെയെല്ലാം ഉപയോഗിക്കാം. ഇത് പിന്നെ ഹിമാലയയുടെ ഒരു സെറ്റാണ്. ഇങ്ങനെ ഈ സെറ്റ് അല്ലാതെ എടുക്കുന്നവർക്ക് സെപ്പറേറ്റ് നമുക്ക് സോപ്പ്, പൗഡർ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ചേറെ ഐറ്റംസുകളുണ്ട്. അതിൽ ഷാമ്പൂ ഉണ്ട്, ഹിമാലയയുടെ സോപ്പുണ്ട്, പൗഡറുണ്ട്, ബേബി ഓയിലുണ്ട്, അങ്ങനെ പല ഐറ്റംസുകളുണ്ട്. മസാജ് ഓയിലുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പാമ്പേഴ്സാണ്. ഇത് വേണ്ടിയവർ മേടിക്കുന്ന എല്ലാവർക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടി സംഭവമാണല്ലോ പാമ്പേഴ്സ്. ഇത് 399 രൂപയാണ്. ഇതിൻ്റെ അകത്ത് എണ്ണം 32 എണ്ണം വരുന്നുണ്ട്. ഇതിൽ ചെറിയ സെറ്റുണ്ട്, വലിയ സെറ്റുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം.